C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. അല്ല ശാരദേ, ഇത് ശാലിനിയുടെ റൂമാണെന്നല്ലേ പറഞ്ഞത്? നിങ്ങളുടെ ശാലിനി എന്താ ഷർട്ടും മുണ്ടുമാണോ ഇപ്പൊ ഇടുന്നത്? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. കുഞ്ഞേച്ചിയുടെ റൂമെന്ന് പറഞ്ഞാ വിഷ്ണുവേട്ടൻ വരുമ്പോഴേ ഇതേ റൂമാ യൂസ് ചെയ്യുന്നത്. ഓ, ഏട്ടൻ ചുരിദാർ സാരിയൊന്നും അല്ലാണ് ഇന്ന്. വെറുതെ ചൂടാവാതെ ശ്യാമക്കുട്ടി. എന്തെങ്കിലും ഒളിപ്പിക്കാനുണ്ടാവുമ്പോഴേ ഇങ്ങനെ ദേഷ്യമൊക്കെ വരൂ. അല്ല, ഞാൻ ആലോചിക്കുന്നതേ, ഈ റൂമില് കഷായത്തിന്റെയോ കുഴമ്പിന്റെയോ മറ്റോ ഗന്ധം ഉണ്ടെന്ന് തോന്നുന്നല്ലോ ശാരദേ. അതിപ്പോ ഓരോരോ മുറി കയറി മണം പരിശോധിച്ചാലേ ഓരോരോ മണങ്ങൾ തോന്നും. ഇങ്ങനെ കയറി ഇറങ്ങി പരിശോധിക്കുമ്പോ മൂക്കടപ്പിട്ട് വെക്കുന്നതാ നല്ലത്. ഇപ്പൊ ഇങ്ങനെ അങ്ങ് പറഞ്ഞ് കേറണ്ട ശാരദേ. മകളെ പറഞ്ഞയക്കാൻ 30 പവൻ വേണോന്ന് പറഞ്ഞ് മുന്നിൽ നിൽക്കുമ്പോ ഈ പരിഹാസവും തന്റെ ഇടമൊന്നും കണ്ടില്ലല്ലോ. അത് മനഃപൂർവ്വം കാണിക്കാത്തതാ. ഓ, ഏതായാലും ആ 30-നേക്കാൾ മൂല്യം ഈ വീടിനുണ്ടെന്ന് കണ്ടുബോധിച്ചല്ലോ. ഇനിയൊന്ന് ഇറങ്ങിയ വലിയ ഉപകാരമായിരുന്നു. അല്ല, അടുക്കള കാണുന്നില്ലേ രാജേശ്വരി? വേണമെന്നില്ല. വേണമെങ്കിൽ കാണാം. അവിടെ കുറച്ച് പഴങ്കഞ്ഞിയുള്ള ഇരിപ്പുണ്ട്. പരിഹാസം വേണ്ട ശാരദേ. ഞാൻ ഇവിടെ വന്നതൊരു സംഗതി അന്വേഷിച്ച് തന്നെയാ. ഇപ്പൊ കിട്ടിയില്ലെങ്കിലും അതെന്റെ കയ്യിൽ തന്നെ വന്ന് വീഴും. വീഴാതെ എവിടെ പോവാനാ? കിട്ടിയാലേ എന്നെ കൂടെ ഒന്ന് അറിയിക്കണേ രാജേശ്വരി. സോറി, ഷെയർ ചെയ്യാൻ താല്പര്യമില്ല. അതെ, ഇന്നലെ എന്തെല്ലാം കോപ്രായങ്ങളെ കാട്ടിക്കൂട്ടിയെന്ന് എന്തേലും ഓർമ്മയുണ്ടോ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്ത് ഓർമ്മയില്ല എന്നുള്ള കാര്യം. ഇയാളെ എന്താ ചെയ്യേണ്ടെന്നറിയോ? എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. ഞാൻ പോവാ. നിക്കടോ. എന്താണാവോ? ഇയാൾ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. അല്ല, ഞാനിവിടെ എങ്ങനെ എത്തിയത് ഒന്ന് പറഞ്ഞു തരുമോ? ഋഷിമാരടക്കമുള്ളവര് യുഗയുഗാന്തരങ്ങളായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാ തങ്ങൾ എങ്ങനെ ഈ ഭൂമിയിൽ എത്തി എന്നുള്ളത്. അതിനുള്ള മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല. എടോ, അതല്ല, ഞാൻ എങ്ങനെ ഈ റൂമിലെത്തിയെന്ന് പറ. കുടിച്ച് വെളിവില്ലാതെ എന്റെ വീട്ടിൽ വന്ന കാര്യം ഓർമ്മയുണ്ടോ? എപ്പോ? സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല ശാലിനി. ശരി, ഇയാളുടെ ഓർമ്മയിൽ അവസാനത്തെ സംഭവം എന്താണെന്നൊന്ന് പറയൂ. അത് പിന്നെ ബാറിലിരുന്നിട്ടൊരു ഫുള്ള് കഴിച്ചു. പിന്നെ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വേറെ തല്ലി. അത് ചോദിക്കാൻ വന്ന മാനേജറിന്റെ തല ഗ്ലാസ് ടേബിൾ അടിച്ച് പൊട്ടിച്ചു. പിന്നെ പുറത്തിറങ്ങിയപ്പോ ബാറുകാരുടെ 4-5 ഗുണ്ടകള് അവരെ പഞ്ഞിയും കിട്ടു. ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയതിനിടയില് പിന്നെ ഒരെണ്ണം വിട്ടു. മര്യാദ പഠിപ്പിക്കാൻ ഒരു പോലീസുകാരൻ വന്നിരുന്നു. അയാളുടെ പെടലി വിളിക്കൂന്ന് മറ്റാണ് എൻ്റെ ഓർമ്മ.
ചുരുക്കി പറഞ്ഞ ആന കരിമ്പിൻ കാട്ടി കയറിയതുപോലെ ആയിരുന്നു ഇന്നലെ. അല്ല, ഈ കരിമ്പിൻകാടിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് പറ. ഈ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോഴേ അതൊക്കെ വെറും ചെറുത്. എടോ, ഈ ചെറുതെന്താന്നാ ചോദിക്കുന്നേ? കുടിച്ചൊരു വെളിവും ഇല്ലാതെ എന്റെ വീട്ടിൽ കയറി വന്നു. എന്നിട്ട് എന്നെ കൊണ്ട് സത്യം പറയിക്കാൻ. ഈ മാന്യ മഹാദേഹത്തോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അപ്പൊ ഞാൻ സത്യം പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ഓർമ്മയുണ്ടാവുമായിരുന്നു ഇയാൾക്ക്? അല്ല, എന്നിട്ട് ഇയാൾ സത്യം പറഞ്ഞോ? സത്യം പറയാനല്ല, മുതുവത്ത് രണ്ടും ഇടിവെച്ച് തരാനാ എനിക്ക് തോന്നിയത്. എന്നിട്ട് ഇടിച്ച എന്ത് ചെയ്യാം, തലേവരെ ആയി പോയില്ലേ. ഞാൻ എന്റെ തോളി തൂക്കിയെടുത്ത ഇവിടെ കൊണ്ടുവന്നേ. ഇവിടെയോ? അല്ലത് പിന്നെ ഓടെ കളയണമായിരുന്നു. അല്ല, എന്നിട്ട് ഇയാൾ ബാക്കി പറ. ഇയാളെങ്ങനെ അമ്മ വീട്ടിൽ കയറ്റി? ഇയാൾ അമ്മയോട് എല്ലാം തുറന്നു പറഞ്ഞോ? അങ്ങനെയാണെങ്കിൽ കല്യാണം മുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. അടിപൊളി. ഇയാള് വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങള്. പിന്നെ കല്യാണം കഴിയുന്നവരെ എന്നോട് ഇവിടെ നിൽക്കാനാ സത്യാമ്മ പറഞ്ഞത്. അതെന്തിന്? എന്റെയും കൂടി സമ്മതത്തോടെ ഈ കല്യാണം നടക്കുന്നെന്ന് സത്യാമ്മയ്ക്ക് നാട്ടുകാരെ ബോധ്യപ്പെടുത്തണം. സത്യാമ്മ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞതല്ല, എന്റെ കുഴപ്പം കൊണ്ടാണ് ഈ കല്യാണം നടക്കുന്നതെന്ന് പ്രഖ്യാപിക്കണം. ഇനിയെങ്കിലും ഇയാളൊന്ന് സത്യം പറ ശാലിനി. അതോടെ ഈ പ്രശ്നങ്ങളൊക്കെ തീരില്ലേ? സമയമായിട്ടില്ല. ഇയാളോട് പെട്ടെന്ന് ഒരുങ്ങാൻ പറഞ്ഞു സത്യാമ്മ. എന്തിനെ? കല്യാണത്തിന് മുമ്പുള്ള ഫോട്ടോഷൂട്ട് എന്നല്ലേ. പെട്ടെന്ന് റെഡിയാവ. എന്നോട് വധുവിനെ ഒരുക്കാനാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒരു ചെല്ലട്ടെ. ആ, പെട്ടെന്ന് റെഡി അയക്കണം. ഇനി അതിന്റെ പേരിൽ എന്നെ വഴക്ക് ഏൽപ്പിക്കരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.